പ്രസിദ്ധ ചിത്രകാരനും ശില്പിയുമായ ആർട്ടിസ്റ്റ് ചുനക്കര കെ.ആർ. രാജന്റെ 10ാമത് ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും ചാരുമൂട്ടിൽ നടന്നു. അനുസ്മരണ സമ്മേളനം എം.എസ്. അരുൺകുമാർ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിദ്ധ ചിത്രകാരനും ശില്പിയുമായ ആർട്ടിസ്റ്റ് ചുനക്കര കെ.ആർ. രാജന്റെ 10ാമത് ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും വിവിധ പരിപാടികളോടെ നടന്നു. ചാരുമൂട്ടിൽ നടന്ന അനുസ്മരണ സമ്മേളനം എം.എസ്. അരുൺകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രഗത്ഭനായി വൈദഗ്ധ്യമുള്ള ആളായി ചുനക്കര രാജൻ സാറിന് മാറാൻ 250ഓളം വരുന്ന ജോഡി ശില്പങ്ങൾ ഈ നിലയിൽ അദ്ദേഹത്തിന് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ മാത്രമല്ല, ഈ അച്ഛൻ പട്ടാളം, താവളം തേടുന്ന പതികൾ, അമ്മ തമ്പുരാട്ടി, പ്രവേശം, നിമിത്തം, മായാമാനസം തുടങ്ങിയ ചലച്ചിത്രങ്ങളുടെ കലാസംവിധാനങ്ങളായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങൾക്കകത്ത് നിരവധിയായ നേതാക്കന്മാരുടെ പ്രതിമകൾ അദ്ദേഹം ലോഹങ്ങളിലും മിക്സഡ് കോമ്പൗണ്ടിങ്ങും ഒക്കെ പ്രത്യേകമായി നിർമ്മിക്കുന്നത്, അങ്ങനെ നിർമ്മിക്കാൻ ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ. അതാണ് 14 അടിയോളം പൊക്കമുള്ള അയ്യങ്കാളിയുടെ പ്രതിമ കേരളത്തിലെ ഏറ്റവും വലിയ പോർട്രേറ്റ് പ്രതിമകളൊന്നാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ചടങ്ങിൽ പ്രതിഭകളായ വ്യക്തികളെ എം.എൽ.എ. ആദരിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ എൻ. ഷെരീഫ് അധ്യക്ഷനായി. പ്രമുഖ ചിത്രകാരൻ കെ.പി. മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി. വേണു മത്സരവിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷക്കീല, മിമിക്രി ചലച്ചിത്ര താരം കണ്ണൻ സാഗർ, ഫൗണ്ടേഷൻ ജനറൽ കൺവീനർ ബി.ആർ. രാജീവ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശൂർനാട് അനിൽ, മേടയിൽ ഉണ്ണികൃഷ്ണൻ, രാജീവ് കോയിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചിത്രരചനാ മത്സരവും ചിത്ര പഠന ക്ലാസും നടത്തി. ചുനക്കര രാജൻ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. CDNet ന്യൂസ് ചാരുമൂട്.